ആദ്യ ദിവസം മുതലേ പാണ്ഡവർ ബ്രാഹ്മണ വേഷത്തിൽ ദ്രൗപദിയുടെ സ്വയംവരത്തിലുണ്ടാവും. ബ്രാഹ്മണ വേഷത്തിലുള്ളത് പാണ്ഡവരാണ് എന്ന് ശ്രീകൃഷ്ണൻ ഒഴിച്ച് അവിടെ മറ്റാർക്കും അറിയില്ല. സ്വയംവരം ആരംഭിച്ച 16-ാമത്തെ ദിവസം അവിടെയുള്ള രാജാക്കന്മാരെല്ലാവരും എങ്ങനെയെങ്കിലും ദ്രൗപദിയെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ച് അവരവരുടെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ച് അവിടെ ഇരിക്കുന്ന വില്ലെടുക്കുവാൻ ശ്രമിക്കും. പക്ഷേ അവർ എത്ര ശ്രമിച്ചിട്ടും അവിടെ ഇരിക്കുന്ന വില്ല് അവർക്കെടുക്കുവാൻ സാധിക്കാതെ നിരാശരായി അവരുടെ സ്ഥാനത്ത് പോയിരിക്കും. ഇത് കണ്ട സൂര്യപുത്രനായ കർണൻ തൻ്റെ സ്ഥാനത്ത് നിന്നും എഴുന്നേറ്റ് ആ വില്ലിൻ്റെ അടുത്തേക്ക് പോയി നിഷ്പ്രയാസം ആ വില്ലിനെ എടുത്ത് വളച്ചു കെട്ടി ലക്ഷ്യം ഭേദിക്കുവാൻ തയ്യാറാകും. ആ സമയത്ത് സൂര്യപുത്രനായ കർണനെ കണ്ടാൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ തോന്നും. അപ്പോൾ ദ്രൗപദി ഉടൻ തന്നെ തൻ്റെ സ്ഥാനത്തിൽ നിന്നും എഴുന്നേറ്റ് ഒച്ചയോടെ സൂതപുത്രനായ ഒരു വ്യക്തിയെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറയും. ഇത് കേട്ട കർണൻ വിഷമത്തോടെ ഒന്ന് പുഞ്ചിരിച്ച് തൻ്റെ കയ്യിലുള്ള വില്ല് അവിടെ വെച്ച് തൻ്റെ സ്ഥാനത്ത് പോയിരിക്കും. അതിനുശേഷം ശിശുപാലൻ, ജരാസന്ധൻ, ശല്യൻ ഇങ്ങനെ ഒരുപാട് പേർ എത്ര ശ്രമിച്ചിട്ടും അവിടെ ഇരിക്കുന്ന വില്ല് എടുക്കുവാൻ സാധിക്കാതെ അവിടെയുള്ള ക്ഷത്രിയന്മാരെല്ലാവരും നിരാശരായി ഇരിക്കുമ്പോൾ ബ്രാഹ്മണ വേഷത്തിലുള്ള അർജുനൻ ബ്രാഹ്മണരുടെ നടുവിൽ നിന്നും എഴുന്നേറ്റ് ആ വില്ലിൻ്റെ അടുത്തേക്ക് പോകും. ഇത് കണ്ട കുറച്ച് ബ്രാഹ്മണർ ഇത് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ പറയുവാൻ തുടങ്ങി: യുദ്ധവിദ്യയിൽ പ്രാവീണ്യമുള്ള ക്ഷത്രിയന്മാർക്ക് പോലും എടുക്കുവാൻ സാധിക്കാത്ത വില്ല് എങ്ങനെയാണ് ഒരു ബ്രാഹ്മണന് എടുക്കുവാൻ സാധിക്കുക? ഇപ്പോൾ ഈ ബ്രാഹ്മണൻ ഇവിടെ പരാജയപ്പെട്ടാൽ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ക്ഷത്രിയന്മാരുടെ മുന്നിൽ അപമാനം സഹിക്കേണ്ടി വരും എന്ന് പറയും. ഈ വാക്കുകൾ കേട്ട മറ്റു ചില ബ്രാഹ്മണർ ഇങ്ങനെ പറയുവാൻ തുടങ്ങി: ആ ബ്രാഹ്മണനെ കണ്ടാൽ ഹിമവത് പർവ്വതത്തിനെ പോലെയുണ്ട്. 3 ലോകങ്ങളിലും ബ്രാഹ്മണർക്ക് ചെയ്യുവാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല. പൂർവ്വകാലത്തിൽ ജമദഗ്നിയുടെ മകനായ പരശുരാമൻ ഈ ഭൂമി മുഴുവനും തിരിഞ്ഞ് അന്യായം ചെയ്യുന്ന ഓരോ ക്ഷത്രിയന്മാരെയും വധിച്ചില്ലേ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ബ്രാഹ്മണനെ കുറവായി കാണരുത്. ഈ ബ്രാഹ്മണന് നമ്മളെല്ലാവരും ഒരു അവസരം നൽകാം എന്ന് പറയും. അതിനുശേഷം അർജുനൻ അവിടെ നിന്നും ആ വില്ലിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ വില്ലിന് ചുറ്റും വലം വെച്ച് മനസ്സിൽ പരമശിവനെ ധ്യാനിച്ചുകൊണ്ട് നിഷ്പ്രയാസം ആ വില്ലിനെ എടുത്ത് വളച്ചു കെട്ടി ആകാശത്തിൽ ദ്രുപദ മഹാരാജാവ് നിർമ്മിച്ച ലക്ഷ്യത്തിനെ ഭേദിക്കും. ഈ അത്ഭുത ദൃശ്യം കണ്ട അവിടെയുള്ള ബ്രാഹ്മണരെല്ലാവരും വളരെയധികം സന്തോഷിക്കും. ആകാശത്തിൽ നിന്നും ദേവതകളെല്ലാവരും വളരെയധികം സന്തോഷത്തോടെ അർജുനന്റെ മീതെ പുഷ്പങ്ങളിട്ട് അർജുനനെ അനുഗ്രഹിക്കും. ഇതെല്ലാം കണ്ട അവിടെയുള്ള രാജാക്കന്മാർ വളരെയധികം ക്രോധത്തോടെ ദ്രുപദ മഹാരാജാവിനോട് ഇങ്ങനെ ചോദിക്കും: നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും ഈ സ്വയംവരത്തിന് വിളിപ്പിച്ചത് അപമാനിക്കുവാനാണോ? നിങ്ങൾ നിങ്ങളുടെ പുത്രിയെ ഒരു ക്ഷത്രിയനല്ലാതെ ഒരു ബ്രാഹ്മണന് വിവാഹം കഴിച്ചു കൊടുക്കുമോ? ഇവിടെ ഇത്രയും ക്ഷത്രിയന്മാരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ഒരാളെ പോലും യോഗ്യനായി തോന്നിയില്ലേ? വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട് സ്വയംവരം ക്ഷത്രിയന്മാർക്കുള്ളതാണ് എന്ന്. ഇപ്പോൾ നിങ്ങൾ ചെയ്ത ഈ തെറ്റിന് ഞങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ പുത്രനായ ദൃഷ്ടദ്യുമ്നനെയും വധിക്കും എന്ന് പറയും. ഇപ്പോൾ ദ്രൗപദി ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ക്ഷത്രിയനെ തൻ്റെ പതിയായി സ്വീകരിച്ചില്ലെങ്കിൽ ദ്രൗപദിയെ ഞങ്ങളെല്ലാവരും അഗ്നിക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് മടങ്ങും. കാരണം ഇപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇനി മുതൽ എല്ലാവരും നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി ആവർത്തിക്കും. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് പറഞ്ഞ് അവിടെയുള്ള രാജാക്കന്മാരെല്ലാവരും ദ്രുപദ മഹാരാജാവിനെയും ദൃഷ്ടദ്യുമ്നനെയും വധിക്കുവാനായി അവരുടെ അടുത്തേക്ക് സമീപിക്കും. അതിനുശേഷം പിന്നെ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മുടെ അടുത്ത മഹാഭാരതം എപ്പിസോഡിൽ